ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2186. ഇന്ന് ഡിസംബർ മാസം 25-ാം തീയതി 359-ാമത്തെ ദിവസത്തിലെത്തി. പ്രഭാതകിരണത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ ഏറെ പ്രാർത്ഥനയോടെ നേരുന്നു. മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യത്തിലേക്ക് ഉയർത്തുവാനാണ് ദൈവം മനുഷ്യനായി പിറന്നത്. അങ്ങനെയാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ല നിർവചനങ്ങളിൽ ഒന്ന്. ക്രിസ്തുവേശുവിന്റെ ഭാവത്തിലേക്കുള്ള വളർച്ചയ്ക്ക് രണ്ട് സാധ്യതകളുണ്ട്. ഒന്നാമത് ദൈവസ്നേഹത്തിലേക്കുള്ള വളർച്ചയാണ്. പറയാൻ എളുപ്പമാണ്, പറയാൻ മാത്രം എളുപ്പം. ദൈവസ്നേഹം ഈ വാക്കുകൾക്കൊക്കെ അതീതമാണ്. അതിന്റെ ആഴം നമ്മളുടെ ഗ്രഹണശക്തിക്കും അപ്പുറത്താണ്. അതെല്ലാറ്റയും ഉൾക്കൊള്ളുന്നതാണ്. മാനുഷികമായ സകല ധാരണകളെ അതിശയിക്കുന്ന ഈ അപാര സ്നേഹത്തിന്റെ പ്രദർശനമാണ്. എല്ലാവർക്കും ഒരേ കൂലി നൽകുന്ന ഉദാരമതിയായ ഒരു തോട്ടക്കാരന്റെ കഥ യേശു പറഞ്ഞത് മറക്കാതിരിക്കട്ടെ. ധൂർത്തപുത്രന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞ ആ പുതിയ നിയമത്തിന്റെ ഭാവവും നമ്മളിൽ എപ്പോഴും ഉണ്ടാവട്ടെ. നിൽക്കുന്നവരിലും വീണവരിലും ഒന്നുപോലെ വെയിലും മഴയും മഞ്ഞും നിലാവും ഉദിപ്പിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഈ ക്രിസ്മസിന്റെ ദിനം ഒന്ന് ആലോചിക്കുന്നതെങ്കിൽ നല്ലതാണ്. ചിന്തിക്കാനെങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ? അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തെ പതിയെ എന്റെ കൂടി ഒരു ശീലമാക്കി മാറ്റാനായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാലോ? രണ്ടാമത് ഒരു സാധ്യത ദൈവത്തിന്റെ താഴ്മ സ്വന്തം ജീവിതത്തിൽ പകർത്തുക എന്നതാണ്. അങ്ങനെയാണ് ഒരാൾക്ക് ദൈവസാദൃശ്യത്തിലേക്ക് വരാനും വളരാനും പുരോഗമിക്കുവാനും സാധിക്കുക. ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വത്തിൽ നിന്നും ഇറങ്ങി വന്നവന്റെ താഴ്മയാണ് നാം കണ്ടെത്തേണ്ടത്, അനുകരിക്കേണ്ടത്. ദൈവത്തിന്റെ വസ്ത്രമാണത്ര വിനയം. താഴ്മ ധരിക്കുന്നവൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലായിത്തീരുന്നു. ക്രിസ്തുവേശുവിന്റെ ജീവിത ലാളിത്യത്തിന്റെ നിരന്തര ഓർമ്മയിൽ സ്വന്തം ജീവിത വീഴ്ചകളെ കുറിച്ച് തുടർച്ചയായ ഓർത്തെടുക്കലാണ് യഥാർത്ഥ താഴ്മയിലേക്ക് നമ്മളെ ഉണർത്തുന്നത്, എത്തിക്കുന്നത്. അവിടെ നാം ഒരിക്കലും നമ്മിൽ തന്നെ ആശ്രയം വെക്കുന്നില്ല, ദൈവത്തിലാവും പരിപൂർണ ആശ്രയം. സ്വന്തം അയോഗ്യതയെക്കുറിച്ച് അപ്പോൾ നല്ല ബോധ്യമുണ്ടാവും. ബോധവും അനാവശ്യ കാര്യങ്ങളിൽ കൈകടത്താതിരിക്കും. മാത്രമല്ല അവരനെ തീർച്ചയായും നമ്മൾ ആദരിക്കും. മിതഭാഷണം പുലർത്തും. അനർഹമായതൊക്കെ നമ്മൾ ത്യജിക്കും. മാനാപമാനങ്ങളെ നമ്മൾ ഗണിക്കാതിരിക്കും. ഭയപ്പെടാതെ സഹിഷ്ണുതയുണ്ടാവും. മനുഷ്യർക്കിടയിൽ അതോടുകൂടി നമ്മൾ വെറും ഒരു അതിഥിയാണെന്ന മട്ടിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കും, പഠിക്കും. ഇങ്ങനെയാണ് അനേക പ്രത്യേകതകൾ താഴ്മയുടെ പരിശീലന കളരിയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഇത്തവണയെങ്കിലും ബേത്ലഹേമിലെത്തി ആ കുഞ്ഞിളം പൈതലിന്റെ പിഞ്ചു പാദങ്ങളിൽ ഒന്ന് മുഖമായി അമർത്തുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ദൈവം കാണിച്ച വിനയത്തിലേക്കും എന്നെയും കൂടി ഒന്ന് എത്തിക്കണമേ എന്ന്. ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും ഒരുപാട് പ്രാർത്ഥനയോടെ നേർന്നുകൊണ്ട് ആമേൻ.